ഹലോ, വെൽക്കം ബാക്ക്. അപ്പൊ നിങ്ങൾക്ക് ഉണ്ടോ ഇങ്ങനത്തെ കൂട്ടുകാര് സൺറൈസ് കാണാൻ പോയേക്കാന്ന് പറഞ്ഞപ്പോഴേ ബാഗും പാക്ക് ചെയ്താണ്. സമയം നോക്കൂ, സമയം 1:30. അടിപൊളി. അപ്പൊ 5:30 സൺറൈസ്. സൺറൈസ് കാണാൻ വേണ്ടി ഞങ്ങള് മൗണ്ടൻസിന്റെ ഡോണഡ് കയറാൻ പോവാണ്. അടിപൊളി. അപ്പം എല്ലാരും വാ ഞങ്ങളുടെ കൂടെ. പൊളിക്കാം. Life is this. I like this. ഇത്രയും രാത്രിയാന്ന് ഒരിക്കലും ഓർത്തില്ല അളിയ. ഞങ്ങൾ ഈ ക്ലൈംബിങ് തുടങ്ങി. നല്ല അടിപൊളി ഇരുട്ടായിരുന്നു. അടുത്ത സ്റ്റെപ്പ് വെക്കുന്ന പോലെ നമുക്ക് കാണാൻ പറ്റാത്ത സച്ച് എ ഡാർക്ക് നൈറ്റ്. ആൻഡ് എസ്പെഷ്യലി ഇൻ ദി ഏർലി ഏരിയ. കാസ്റ്റിൽ നിന്ന് സ്ലീപ്പ് ഡൗൺ കയറിയിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മുടെ ആ മെയിൻ നടപ്പുഴി എന്ന് പറയുന്നത് മരങ്ങളുടെ ഇടയ്ക്കൂടെയുള്ള ഒരു വഴിയാണ്. അടിപൊളി ഇരുട്ടെന്ന് പറഞ്ഞാൽ അടിപൊളി ഇരുട്ടായിരുന്നു. ഞങ്ങളിൽ ആ പാടില്ലാത്ത ഫോണിൻ്റെ ടോർച്ചും പിന്നെ ചെറിയ ടോർച്ചും. പിന്നെ എനിക്ക് ഏകദേശം വഴി അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പ് വെച്ച് ഓരോ സ്റ്റെപ്പ് വെച്ച് ഞങ്ങൾ മുമ്പോട്ടൊന്ന് പോയി. ഞങ്ങളീ പോകുന്ന വഴിക്കായിട്ട് ഞങ്ങൾ അതിൻ്റെ സൈഡായിട്ട് നിങ്ങൾക്ക് കാണാം. ചെറിയ ബ്രീഫായിട്ടേ ഉള്ളൂ, പക്ഷേ ഇവിടെ ഇച്ചിരി ആൾക്കാർ ക്യാമ്പിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അങ്ങനെ ഞങ്ങൾ പയ്യെ സ്റ്റെപ്പുകൾ കയറി വരുമ്പം പയ്യെ ലൈറ്റുമായി വരുന്നുണ്ട്. നമ്മൾ തിരിഞ്ഞ് നോക്കുമ്പോൾ അറിയാം നമ്മുടെ ന്യൂകാസിൽ ലൈറ്റ്, ആ ലൈറ്റ് അപ്പ് ചെയ്ത് കിടക്കുന്ന നൈറ്റ് വ്യൂ എന്ന് പറഞ്ഞ ഒരു അടിപൊളി വ്യൂ. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 40% എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലൈംബ് എന്ന് പറഞ്ഞാൽ നൈറ്റ് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ സാഡിൽ എന്ന് പറയും. അപ്പോൾ സാഡിൽ എന്ന് പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ ഒരു ഹോഴ്സ് സാഡിൽ പോലെയാണ് ഷേപ്പ് ഇരിക്കുന്നത്. നമ്മുടെ ഇവിടുന്ന് നോക്കുമ്പോൾ ന്യൂകാസ് നമ്മുടെ ബാക്ക് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡായിട്ട് റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ കോമഡി ഉണ്ട്. അപ്പോൾ ഈ രണ്ടിൻ്റെയും നടുക്കായിട്ടാണ് നമ്മൾ കയറാൻ പോകുന്നത്. ഡോണറിൻ്റെ മതിലാണ്. നമുക്കൊരു കാണാൻ ഒരു പാത്ത് വഴി പോയിട്ടുണ്ട്. അപ്പം ഈ മതിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലാണ് കീപ്പ് ചെയ്യുന്നത്. കാരണം വെച്ചാൽ കയറുമ്പോൾ നമുക്ക് വിൻഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം ഇപ്പം വിൻഡ് ഫ്ലോ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ് നമ്മുടെ റൈറ്റ് സൈഡിലാണ് വിൻഡ് ഫ്ലോ ചെയ്യുന്നത്. നമ്മൾ മതിൽ ചാടി പോവുകയാണെങ്കിൽ നമുക്ക് വിൻഡ് പ്രൊട്ടക്ഷൻ വിൻഡ് ബാഗ് പോലെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു ഏകദേശം 50-60% നടക്കാനുണ്ട്. ഇനി നേരെ കുന്നാണ്. ഇതുവരെ ഒരു ലക്ഷറി വോക്കായിരുന്നു. പക്ഷേ ഇപ്പോഴും സൂര്യൻ ഉദിച്ചിട്ടുണ്ടായിട്ട് ഏകദേശം ടൈം ഒരു 3:15 ആയിട്ടുണ്ട്. അപ്പോൾ 3:15. ഇനി പെട്ടെന്ന് 50% ആകും അല്ലേ? നമ്മൾ ഏകദേശം ഒരു 70% നമ്മൾ കയറിയിട്ടുണ്ട്. നമുക്ക് കാണാം ചെറുതായിട്ട് ലൈറ്റൊക്കെ സ്കൈ ഒക്കെ ലൈറ്റപ്പായി വരുന്നുണ്ട്. ആ കംപ്ലീറ്റ് ഇരുട്ടങ്ങ് മാറി. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുമെന്ന് പറഞ്ഞാൽ മോൺവാൾ എന്ന് പറയും. ഈ മോൺവാൾ അപ്രോക്സിമേറ്റ്ലി 19.5 മൈൽസ് ഉണ്ട് ഇൻ ടോട്ടൽ ഡിസ്റ്റൻസ്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് പല ഹൈക്കിംഗ് ട്രാക്സുകളും ഈ മൗണ്ടൻസിൻ്റെ അകത്തായിട്ട് ഇൻക്ലൂഡഡ് ആണ്. അപ്പം ഈ വോളിൻ്റെ അടുത്തുകൂടി അതിൻ്റെ സൈഡിലൂടെയുള്ള ഇഷ്ടംപോലെ ട്രാക്കുകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ആരെങ്കിലും മൗണ്ടൻസ് ക്യാമ്പിങ് പോവുകയാണെങ്കിൽ ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു എളുപ്പവഴിയുണ്ട്. ഒരു മോൺവാൾ കണ്ടുപിടിക്കുക, അതിൻ്റെ സൈഡിലൂടെ നടക്കുക. നിങ്ങൾ നടന്ന് എങ്ങനെയാണെങ്കിലും ഈ ഡയറക്ഷനിലോ ഈ സൈഡിലോ ഏതെങ്കിലും ഒരു സിറ്റിയുടെ അടുത്തായിട്ട് എത്താതിരിക്കത്തില്ല. പിന്നെ ഇതിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഇത് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മുടെ ബെൽഫാസ്റ്റ് വാട്ടർ കമ്മീഷനാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ഇത് 1904 തുടങ്ങി 1922 ഇത് ബിൽഡ് ചെയ്ത ടൈം. ഇതിൻ്റെ അകത്ത് ബിൽഡ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇറ്റ്സ് ടു എൻക്ലോസ് ദ സൈലന്റ് വാലി ഫസ്റ്റ് വാർ.
ക്യാച്ച്മെന്റ് ഏരിയ. അപ്പം പണ്ടത്തെ കാലത്തായിട്ട് ഈ സൈലന്റ് വാലി റിസർവോയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്തെ നമ്മുടെ ഈ സാൾട്ട് കഴിഞ്ഞിട്ട് അങ്ങപ്പുറത്തായിട്ട് ഇറങ്ങി ചെല്ലണം. അവിടുത്തെ വെള്ളം മറ്റേ സൈഡിലോട്ട് മാറിപ്പോയി മറ്റേ റിസർവോയറിലോട്ട് വെള്ളം ചാനൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് പണിതത്. അങ്ങനെ ഞങ്ങൾ മണ്ടയിലെത്തി. ഇപ്പോഴും നിങ്ങൾക്ക് കാണാം ഡേ ടൈം ഒന്നും ആയിട്ടില്ല, പക്ഷെ ലൈറ്റ് ആയി വരുന്നതേ ഉള്ളൂ, സൺറൈസ് ആയി വരുന്നതേ ഉള്ളൂ. പക്ഷെ ആ ഗ്ലോ ഉണ്ടോ, ആ ഓറഞ്ച് ഗ്ലോ ചില സമയത്തായിട്ട് അത് നമ്മുടെ സ്കൈ ഫുള്ളും കവറാവും. അങ്ങനെ ഞങ്ങൾ വന്നപ്പോഴാണ് അപ്പം വിചാരിച്ചു ഞങ്ങളുടെ ക്യാമ്പിംഗ് ഗിയർ, ഞാൻ ചെറിയ ക്യാമ്പിംഗ് ഗിയർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്തായിട്ട് നമുക്ക് രാവിലെ ഒരു ചെറിയ ചൂട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ മലമണ്ടയിൽ ഞങ്ങൾ ഒരു ചായ കുടിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്തു. ഏകദേശം ഒരു 4 മണി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം. കയറി വന്ന വഴി ഞങ്ങൾ ശ്രദ്ധിച്ചാൽ ഞങ്ങളുടെ പുറകെ 2-3 ആൾക്കാർ ലൈറ്റൊക്കെ അടിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഞങ്ങൾ മാത്രമല്ലായിരുന്നു ഇന്ന് ടോപ്പിലോട്ട് കയറി സൺറൈസ് കാണാൻ വേണ്ടി വരുന്നത്. കാരണം അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ഡേ ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞങ്ങൾ കയറി വന്നത് തൊട്ടടുത്ത് തന്നെ നമ്മുടെ പുറകെ കാര്യങ്ങൾ എക്സ്ട്രാ വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിതുപോലെ തന്നെ മൗണ്ടൻസിൻ്റെ ഡോണഡ് ക്ലൈം ചെയ്ത് ഇതിൻ്റെ സൺറൈസ് കാണാൻ വേണ്ടി അവർ നമ്മളോട് ചോദിച്ചു. നമ്മൾ ഈ ഡോണഡ് കയറി കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ ഐറിഷ് സീ. പിന്നെ നമ്മുടെ നേരെ മലയുടെ താഴെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ന്യൂ കാസിലും കാണാം. അപ്പോൾ നമ്മൾ സൂര്യൻ സ്റ്റാർട്ട് ആകുന്നുണ്ട്, സൂര്യൻ സൺറൈസ് ആയി ബിഗിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കാണാം. ഇതെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ മൗണ്ടൻസ് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഒരു നല്ലൊരു എക്സസൈസും കൂടിയാണ്. എല്ലാ ദിവസവും രാവിലെ വരുന്നവർ ഇവിടെ കയറിയിട്ടുള്ളവർക്കും അറിയാം. ഒരു 8 മണി കഴിഞ്ഞെന്നാൽ ഇവിടെ സ്ഥിരമായിട്ട് ആൾക്കാർ വന്ന് കയറുന്നതാണ് ഡെയിലി. ഏകദേശം ഇപ്പം ഒരു പ്രിപ്പയർഡ് അല്ല, സാധാരണ അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലായിട്ട് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് നമുക്കിത് കയറാം. പിന്നെ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ നമുക്ക് ഇറങ്ങുകയും ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ചലഞ്ച് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിലായിട്ട് പണ്ടൊക്കെ നമ്മൾ ഇവിടെ ഞങ്ങളായിരുന്ന സമയത്തായിട്ട് ഞങ്ങൾ കയറിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞാൽ ഓടിക്കയറുമായിരുന്നു. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ കൊണ്ട് കയറുകയും ചെയ്യാൻ ഇറങ്ങുകയും ചെയ്യാമായിരുന്നു. പക്ഷേ ഇപ്പം പണ്ടത്തെ പോലെ അല്ല, അപ്പം വയസ്സായി, മുട്ടിന് വേദനയായി, നടുവിന് വേദനയായി. അങ്ങനെ ഞങ്ങൾ ചായ കുടിച്ച് സൺറൈസൊക്കെ കണ്ട് പയ്യെ തിരിച്ചങ്ങ് ഇറങ്ങുവാണ്. അപ്പം തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മുടെ ആ മടുപ്പ് നമുക്ക് മനസ്സിലാകും. നമ്മുടെ കാലൊക്കെ മുട്ടക്കിടന്ന് അടിക്കാൻ തുടങ്ങുമ്പോൾ നാളെ കയറിയിട്ടുണ്ടെങ്കിൽ ആ കയറി ശീലമില്ലാത്തവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ കയറുന്നതിനേക്കാളും കൂടുതൽ ഡേഞ്ചേഴ്സ് ആണ് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാണ് ഇറങ്ങേണ്ടത്. പക്ഷെ ഇറങ്ങി വരുമ്പോഴത്തെ ആ ഒരു വ്യൂ, ആ സൺറൈസ്, ആ ലൈറ്റ്, ആ നമ്മുടെ ആ സൺഷൈൻ, ആ ഓറഞ്ച് സൺഷൈനൊക്കെ ആ മൗണ്ടനിലോട്ട് അടിച്ചു കഴിയുമ്പോൾ ഒരു ഗ്ലോ ഉണ്ട്. നമ്മുടെ കുളിര് വരുന്നൊരു ഫീലിംഗ് ആണ്. അതായത് എത്ര പ്രാവശ്യം ഞാൻ ഇവിടെ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ആ ഒരു വ്യൂ കാണുമ്പോൾ എനിക്കൊരു പ്രത്യേക നമുക്കൊരു എഫക്റ്റ് ഉണ്ട്. ഇറങ്ങി വരുമ്പോൾ ഞാനിത് കയറിയപ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയി. പക്ഷേ സാഡിൽ കഴിഞ്ഞ് കഴിയുമ്പം സാഡിന് മുമ്പായിട്ട് നമ്മൾ കയറുമ്പോൾ സാഡിന് മുമ്പായിട്ടാണ് ഉള്ളത് സ്റ്റേഴ്സ് ഓഫ് ടോർച്ചർ എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ നേരെ കുത്തനെ കിടക്കുന്ന സ്റ്റേഴ്സാണ്. അപ്പോൾ ആരെങ്കിലും കയറാൻ പ്ലാൻ ഉണ്ടെങ്കിലായിട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മെൻ്റലി സ്ട്രെസ്ഡ് ആകേണ്ട. ഏറ്റവും എളുപ്പവഴി എന്ന് പറഞ്ഞാൽ നേരെ താഴോട്ട് നോക്കുക, ഓരോ 1 സ്റ്റെപ്പ് അറ്റ് എ ടൈം വെച്ച് നിങ്ങൾ കയറുക. അതാണ് ഏറ്റവും എളുപ്പവഴി.
കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമ്മുടെ ബ്ലൂ സ്കൈയും നമ്മുടെ മറ്റേ സൈഡിലൂടെ പോകുന്ന സ്മോൾ റിവറും ആ സ്ട്രീമും ഇതെല്ലാം നമ്മുടെ നോർത്ത് ഐലൻഡിൻ്റെ ഒരു ബ്യൂട്ടി തന്നെയാണ് കേട്ടോ. വൺ ഓഫ് ദ മോസ്റ്റ് ഐഡിയലിക് പ്ലേസസ് ഇൻ നോർത്ത് ഐലൻഡ് ഇൻ മൈ ഒപ്പീനിയൻ. ടൈം കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ടൈം ഉണ്ടായിരുന്നെങ്കിലായിട്ട് ഇവിടെ 2-3 ചെറിയ പോണ്ട് പോലെയുണ്ട്, നമുക്ക് കയറി ഇറങ്ങി നമുക്ക് കാലൊക്കെ ഒന്ന് വേദനയുള്ള കാലുകളൊക്കെ ഈ തണുത്ത വെള്ളത്തിലൊക്കെ വെക്കുമ്പോൾ അതിന് പ്രത്യേകിച്ച് സുഖമുണ്ട്. അതിൻ്റെ ഒരു എൻജോയ്മെൻ്റ് ആണ് കേട്ടോ. നമ്മൾ കയറി മടുത്ത് ബോഡിയെല്ലാം ചൂടായിട്ടിരിക്കുമ്പം ചിലപ്പോഴൊക്കെ നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ യങ്ങായുടെ സമയത്തായിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് വെള്ളത്തിനകത്ത് ഇറങ്ങി ചാടുമായിരുന്നു. അതും ഒരു ഫീലിംഗ് തന്നെയായിരുന്നു. പക്ഷെ വെള്ളം കുടിക്കുന്നതിനെ കുറിച്ച് അഡ്വൈസ് ചെയ്തില്ല. കാരണം വെച്ചാൽ ഇവിടെ നിങ്ങൾ കണ്ടു വേണമെങ്കിൽ മുന്നേ വഴിക്കായിട്ട് 2-3 ഹോഴ്സസ്, പക്ഷെ ഇവിടെ ഷീപ്പിനൊക്കെ ഗ്രേസ്ഡാണ് ഇതിൻ്റെ അകത്ത് വേണ്ടിയിട്ട്. അപ്പം വെള്ളം കുടിക്കുന്നതായിരിക്കും റെക്കമെൻഡ് ചെയ്തില്ല. കാരണം വെച്ചാലായിട്ട് ചിലപ്പോൾ ഷീപ്പിൻ്റെ പീയും പൂവെല്ലാം ഷീപ്പിൻ്റെ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വെള്ളം ഫിൽറ്ററോ ബോയിൽ ചെയ്യാതെ നമ്മൾ കുടിക്കരുത് ഒരിക്കലും.
എങ്ങനെ ഉണ്ടായിരുന്നു അപ്പം? എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു പിന്നെ പൊളി ഈ സൂപ്പർ എക്സ്പീരിയൻസ്. ഹൈക്കിന്ന് പറയുന്നത് ഡോണഡ് നോട്ടാണ്ടിന്റെ ലാർജസ്റ്റ് മൗണ്ടൻ, ടോളസ്റ്റ് മൗണ്ടൻ അല്ലേ? ഇനിയിപ്പോ ഡ്യൂട്ടിക്ക് പോയാൽ കൊള്ളാന്നില്ലേ? ഓക്കെ, എന്നാ ശരി.